അജിത്തിനെ പട്ടിയെ തല്ലണ പോലെയാണ് ഈ പടത്തിൽ തല്ലണേ. അജിത്തിന് പപ്പടം വെക്കാനാണോ? എന്റെ മോനെ പപ്പടമായിട്ട് വന്നോണ്ടല്ലോ, പിന്നെ അങ്ങ് അറമാദിക്കുമല്ലേ. മറ്റേ ഇംഗ്ലീഷ് പടം പോലെ ഉണ്ട്, ഫുള്ളി ഫോറിൻ. 2 മണിക്കൂറൊക്കെ ആവുമ്പോഴാണ് അജിത്ത് ഇടിക്കാൻ തുടങ്ങണേ. അത് ആദ്യമായിട്ട് അജിത്തിനെ ഇങ്ങനൊക്കെ തല്ലണ കാണണേ. പാടെ എനിക്ക് ഇഷ്ടമായില്ലേ. ആകെപ്പാടെ അജിത്തിന്റെ 2 ഫൈറ്റ് കൊള്ളാം. അജിത്തിനെ പട്ടിയെ തല്ലണ പോലെയാണ് ഈ പടത്തിൽ തല്ലണേ. ഇതൊക്കെ ആരെങ്കിലും എനിക്കത് ദേഷ്യം ഒന്ന് കണ്ടിട്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടമായില്ല. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ആവുമ്പോഴാണ് അജിത്ത് ഇടിക്കാൻ തുടങ്ങണേ. അത് ആദ്യമായിട്ട് അജിത്തിനെ ഇങ്ങനൊക്കെ തല്ലണ കാണണേ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി കഥയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമുക്കെന്നെ കണ്ടിരിക്കാൻ പറ്റുന്നില്ലേ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ലാഗൊന്നുമില്ല, പക്ഷെ ഭയങ്കര സ്ലോ ആണ്. അജിത്തിന്റെ 2 ഫൈറ്റ് ഉണ്ട് അജിത്തിന്റെ, അത് കൊള്ളാം. ഹമ്മറിൽ വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അത് കൊള്ളാം. അത് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മുടെ മലയാള സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും ദൈവം തന്ന ഒരു പുണ്യവാളനാണ് ആരാ? നമ്മുടെ അജിത്ത്, നമ്മുടെ സ്വന്തം ശാലിനിയുടെ ഭർത്താവ്. കിടുക്കാച്ചി കിക്കിടുത്തി യാമറുണ്ട്. അജിത്തിന് പപ്പടം വെക്കാനാണോ? എന്റെ മോനെ പപ്പടമായിട്ട് വന്നോണ്ടല്ലോ, പിന്നെ അങ്ങ് അറമാദിക്കുമല്ലേ. രക്ഷയില്ലാത്തോടം ആക്ഷൻ ആയാലും മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയായിട്ട് നൈസ്. ഒരു മറ്റേ ഇംഗ്ലീഷ് പടം പോലെ ഉണ്ട്, നൈസ്. ഫുള്ളി ഫോറിനാ ഷൂട്ട് ചെയ്തത്, എല്ലാം നൈസാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ അതെന്ന് വെച്ചാൽ പടം തുടക്കത്തില് നല്ല റൊമാൻറ്റിക്കും ഒരു സോങ് ഫിക്സിലൊക്കെ പടം കയറി പോകുന്നുണ്ട്. പക്ഷെ ഇന്റർവൽ ബ്ലോക്കിലാണ് പടത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ പറയണമെന്ന് വെച്ചാൽ ഒരു ത്രില്ലിങ് ഫൈറ്റ് അതൊക്കെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റ് എസമെന്റ്സോ അല്ലെങ്കിൽ ഒരു ഗൺ ഷോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത് ഇന്റർവൽ ബ്ലോക്കിലാണ്. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സറോ എടുക്കുമ്പോഴാണ് ഒരു ഫൈറ്റ് സീക്വൻസും ഒരു ത്രില്ലിങ് എലമെന്റ്സ് ഒക്കെ വരുന്നത്. പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. ദൃശ്യം നന്നായിട്ടുണ്ട്. മങ്കാത്തിക്ക് ശേഷം അത്രയ്ക്ക് അവര് തുടക്കം തൊട്ട് അവസാനം വരെ ഫൈറ്റ് സീക്വൻസ് അങ്ങനത്തെ ഒന്നുമില്ല. തുടക്കത്തിലെ ഒരു റൊമാൻറ്റിക് ട്രാക്കിൽ പോയിട്ട് പിന്നെ ഇവര് കഥയാണ് പടം. കഥ ഫസ്റ്റ് അവര് കഥ പറഞ്ഞ് വന്ന് പിന്നെയാണ് പടം തുടങ്ങണത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങോട്ട് ഓക്കെ ആവണമെന്നില്ല. കുറച്ച് ലാഗ് ഉണ്ട്. അത് മടിച്ച് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കണ്ടു. മാസീന് ക്ലൈമാക്സോട് എടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഒരു നല്ല BGM ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നല്ലൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പടം എല്ലാവർക്കും കണക്ട് ആവാൻ സാധ്യതയില്ല, എന്നാലും കേറാൻ സാധ്യതയുണ്ട്, കുഴപ്പമുണ്ടാവില്ല. അജിത്തിന്റെ പെർഫോമൻസ് സൂപ്പർ ആയിട്ടുണ്ട്. അജിത്തിന്റെ ലാഗും ഇല്ല, സൂപ്പർ പടം, നല്ല പടം. മാസ് സീൻസ് കുറച്ച് കുറവാന്നുള്ള പടം, സൂപ്പർ പടം. നാച്ചുറലായിട്ട് തൃശ്ശയ്ക്ക് അജിത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, അർജുനും ഉണ്ട്.